ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. സോ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ടൈം സീരീസ് അനാലിസിസിനെ കുറിച്ചാണ്. സോ നമുക്കറിയാം, നമ്മുടെ എക്കണോമിയുടെ ട്രെൻഡിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരുപാട് തരത്തിലുള്ള വേരിയബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള വേരിയബിൾസിന്റെ ഓവർ എ പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ, അതിന്റെ സ്ട്രക്ചർ മുതലായ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. പാറ്റേൺസ്, ട്രെൻഡ്സ്, സർട്ടൻ വേരിയബിൾസിന്റെ ബിഹേവിയേഴ്സ്, സേ ഫോർ എക്സാമ്പിൾ GDP എങ്ങനെയാണ്, പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ്, ഇൻഫ്ലേഷണറി ടെൻഡൻസീസ് എങ്ങനെയാണ്, ഇങ്ങനെ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു അനാലിസിസ് വേണം അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. ടൈം സീരീസ് അനാലിസിസ് എല്ലാ ഏരിയയിലും നമ്മൾ അപ്ലൈ ചെയ്യും. ലെറ്റ് ഇറ്റ് ബി ഇക്കണോമിക്സ്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ്, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ റാപ്പിഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്കണോമിക്സിന്റെ ഫീൽഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം സീരീസ് അനാലിസിസ് ബേസിക്കലി കാണാൻ പറ്റുന്നത് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പലതരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. സോ ഈ വേരിയബിൾസ് എങ്ങനെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ടെൻഡൻസി എങ്ങനെയാണ്, GDP ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, ഇൻഫ്ലേഷൻ ലെവൽ എങ്ങനെയാണ്, ഇങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേഷൻസിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ബിസിനസ് സെക്ടർ ആയാലും ഇക്കണോമിസ്റ്റുകളുടെ മേഖലയായാലും നമുക്ക് പാസ്റ്റ് ഡാറ്റ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയണം വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൺ, എങ്ങനെയാണ് അത് പോസ്റ്റുലേറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അതിന്റെ പാസ്റ്റ് ട്രെൻഡ്. നമ്മൾ GDP, ഇപ്പോഴത്തെ GDP നമ്മൾ എടുക്കുവാണെങ്കിൽ വി ഹാവ് ടു മേക്ക് എ കമ്പാരിസൺ ഓഫ് ദിസ് GDP വിത്ത് GDP ട്രെൻഡ് ഇൻ ദ പ്രിസീഡിംഗ് ഡെക്കേഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് എക്കണോമിക്സ് നമ്മളെ വളരെയധികം സഹായിക്കുന്നു. നെക്സ്റ്റ് ഇസ് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പം നമ്മളിപ്പോ ടൈം സീരീസ് അനാലിസിസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ആയാലും ബിസിനസ് സെക്ടറിന്റെ കൺസിഡറേഷൻസിലേക്ക് നമ്മൾ പോയാലും നമുക്ക് പ്രഡിക്ഷൻസ് വേണം. സേ ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചർ ഡിമാൻഡ് എങ്ങനെയാണ്, പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയാണ്, പ്രൊഡക്ഷൻ സ്കെഡ്യൂൾസ് എങ്ങനെയാണ്, ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൊസീഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് കംസ് മെട്രോളജി ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ്. അവിടെയും നമുക്ക് എന്തിനാണ്, ഇത് ഒരുപാട് സഹായകരമാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് വെതർ പാരാമീറ്റേഴ്സിനെ കുറിച്ച് അളക്കാൻ, അല്ലെങ്കിൽ ഹൗ ഇസ് ദ വെതർ കണ്ടീഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ, പല രീതിയിൽ നമുക്ക് സ്ട്രക്ചറൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ക്ലൈമാറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം ഡീവിയേഷനോട് കൂടിയാണ് ക്ലൈമാറ്റിക് ട്രെൻഡ്സ് വരുന്നതെങ്കിൽ ദാറ്റ് വുഡ് ഒബ്വിയസ്ലി ഇൻഫ്ലുവൻസ് അവർ മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പൊ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് ട്രെൻഡ് വരുന്നത്, മാർക്കറ്റ് ടെൻഡൻസീസ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. ഇല്ലേ പ്രൊസീഡ് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി വരുമ്പോൾ 10% പൊല്യൂഷൻ ആണ് എക്കണോമിയിൽ ക്രിയേറ്റഡ് ആവുന്നത്. സോ അത് നമുക്കറിയണം. ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണോ ഇമ്പാക്ട് വരുന്നത്, വി ഹാവ് ടു മേക്ക് ആൻ അനാലിസിസ്. നെക്സ്റ്റ് ഇസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഓപ്പറേഷൻസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഇപ്പൊ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളെ രാജ്യത്തെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കയറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കേരളമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. അപ്പോ എന്താണ് അതിന്റെ ട്രെൻഡ്, ഏത് മേഖലയിലാണ് നമ്മൾ വളരെയധികം പുറകോട്ട് നിൽക്കുന്നത്, നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് സൊല്യൂഷൻ പ്ലോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്താലും നമുക്ക് എന്തിനു സാധിക്കില്ല, മുന്നോട്ടേക്ക് വരാനായി സാധിക്കില്ല. നമുക്ക് ഏത് മേഖലയിലാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും
we have to go for a quality mechanism. Next is healthcare and biomedicine. Healthcare facilities എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈമറി ഹെൽത്ത് ഫെസിലിറ്റീസ്, മെഡിക്കൽ റിസർച്ചുകൾ നമ്മൾ അണ്ടർടേക്ക് ചെയ്യണം. നമുക്കറിയാം ഓരോ രോഗങ്ങൾ, ഇപ്പം നമ്മൾ നിപ്പ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ വീണ്ടും. അപ്പൊ രോഗങ്ങൾ എന്ന് പറയുമ്പം ഗോസ് ഓൺ എമർജിങ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ബേസിക്കലി എന്ത് ചെയ്യണം, ഈ അസുഖങ്ങളെ എങ്ങനെയാണ് നമ്മൾ ചെത്താനായിട്ട് പോകുന്നത്, അതിനെക്കുറിച്ച് ഒരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക് നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊസീഡ് ചെയ്യാനായി പറ്റുള്ളൂ. നെക്സ്റ്റ് കംസ് ഡെമോഗ്രഫി ആൻഡ് ടൈം സീരീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പോപ്പുലേഷൻ ഫാക്ടേഴ്സിനെ കുറിച്ച് അറിയണം. ഹൗ ഇസ് ദ പോപ്പുലേഷൻ ട്രെൻഡ് ദാറ്റ് ഇസ് മൂവിങ് ഓൺ. അതേപോലെ തന്നെ മൈഗ്രേറ്ററി ടെൻഡൻസീസ് എങ്ങനെയാണ്, പലതരത്തിലുള്ള മൈഗ്രേറ്ററി ഫാക്ടേഴ്സും നമുക്ക് അതേർ ചെയ്യാനായിട്ട് സാധിക്കും. സോ മൈഗ്രേഷൻ, എക്സ് മൈഗ്രൻസ്, അതുപോലെ തന്നെ ഇൻമൈഗ്രൻസ്, ഇന്റേണൽ മൈഗ്രൻസ്, എക്സ്റ്റേണൽ മൈഗ്രൻസ് എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. എക്സ്റ്റേണൽ മൈഗ്രൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂടും ഇഫ് ദേ ആർ ഗോയിങ് ഫോർ ജോബ് ഓപ്പർച്യൂണിറ്റി. നേരെ മറിച്ച് എല്ലാവരും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പോണതെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം നമ്മളെവിടെയുള്ള വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അപ് ടു സം എക്സ്റ്റെന്റ് വരെ അവർ ടാബുലേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ ഇഫ് ഇറ്റ് ഇസ് ബിയോണ്ട് കൺട്രോൾ that would create serious and serious levels of problem. Time series analysis ന്റെ യൂസസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് യൂസസ് നമുക്ക് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ നമ്മൾ പറഞ്ഞു GDP, ഇൻഫ്ലേഷന് ടെൻഡൻസീസ്, ഇതൊക്കെ എത്രത്തോളം ഉണ്ട് നമ്മളുടെ എക്കോണമിയിൽ എന്നറിയാൻ. കാരണം നമുക്ക് പാസ്റ്റ് ഫിഗേഴ്സും വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡുകൾ നമുക്കറിയാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. വി ഹാവ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വി ഹാവ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്സിൽ എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് കണ്ടീഷനിലെ ട്രെൻഡ് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടാക്ടിക്സ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം നമുക്കറിയാം കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നവരാണ് നമ്മളെ മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അല്ലെ. ഈ കൺസ്യൂമർ ബിഹേവിയർ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നതും പോസ്റ്റുലേറ്റ് ചെയ്യുന്നതും. ക്ലൈമറ്റ് വാർണിംഗ്സ് നടത്താൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സപ്പോസ് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഉണ്ട്, ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഒരുപാട് പൊല്യൂഷൻ കോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ പൊല്യൂഷനെ നമുക്ക് കർട്ടെയിൽ ചെയ്യണം. അപ്പൊ കർട്ടെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ക്ലൈമാറ്റിക് സിങ്ക്രണൈസേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് ഇസ് പ്രോപ്പർ ആയിട്ടുള്ള ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരിക്കണം. പ്രോപ്പർ ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ചെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പുതിയ പുതിയ അസുഖങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അസുഖങ്ങൾ വരുമ്പോ അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണം. ആ സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. സോ നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് സൊല്യൂഷൻസ് ഫോർമുലേറ്റ് ചെയ്യുകയും വാട്ട് ആർ ദ പ്രോബ്ലംസ് എന്നതിനെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുകയും വേണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായി സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് വുഡ് റിസൾട്ട് ഇൻ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. നമുക്ക് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് നമുക്ക് ട്രെൻഡ് അറിഞ്ഞേ മതിയാവുള്ളൂ. നമുക്കറിയാം മാൽത്യൂഷൻ തിയറി ഓഫ് പോപ്പുലേഷൻ പറയുന്നുണ്ട്, നമ്മളെ എക്കണോമിക്ക് താങ്ങി നിർത്താൻ സാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. അതിനും ബിയോണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമി തന്നെ അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെന്റ് തന്നെ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പോഴാണ് ഈ പ്രകൃതി ദുരന്തം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. നമ്മളിപ്പം 2011 സെൻസസ് പ്രകാരം നോക്കുകയാണെങ്കിൽ 121 ക്രോറാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ ചൈനയൊക്കെ മറികടന്ന് എത്രയോ മുന്നോട്ടേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. അപ്പൊ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമുക്കറിയാം പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഫുഡ്, ബേസിക് നെസസിറ്റീസ്, ഇതിന്റെയൊക്കെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഗോസ് ഓൺ ഇൻക്രീസിങ്.
ഈവൻ ദ ഷെൽട്ടർ ഓപ്ഷൻ. ഇതൊന്നും ഒരു രാജ്യത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോപ്പുലേഷൻ കൂടിയാലും തിങ്ങിത്തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ഷെൽട്ടർ ഫെസിലിറ്റീസ് ആയിരിക്കും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. ഹൈജീനിക് ഫെസിലിറ്റീസ് എല്ലാവർക്കും ഓഫർ ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവരുടെയും ബെറ്റർമെന്റിന് വേണ്ടി വർക്ക് ചെയ്യാനും പറ്റണമെന്നില്ല. So that would automatically result in multiple levels of problems. ഇനി ടൈം സീരീസ് അനാലിസിസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടൈപ്സ് ആണ് ഉള്ളത്. ടൈം സീരീസ് അനാലിസിസിൽ പലതരത്തിലുള്ള ടൈപ്സ് ആണ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ദ വെരി ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബേസിക്കലി മൂന്നായി തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഇസ് ടൈം സീരീസ് പ്ലോട്ടുകളാണ്. രണ്ടാമത്തത് സീസണൽ ഡീകമ്പോസിഷൻ. മൂന്നാമത്തത് സ്മൂത്തിങ് ടെക്നിക്സ്. മൂന്ന് തരത്തിലാണ് കാണാനായിട്ട് പറ്റുന്നത്: ടൈം സീരീസ് പ്ലോട്ട്, സീസണൽ ഡീകമ്പോസിഷൻ ആൻഡ് സ്മൂത്തിങ് ടെക്നിക്സ്. ടൈം സീരീസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ റെപ്രസെന്റേഷൻ യൂസിങ് ഗ്രാഫിക്കൽ ടേംസ് ആണ്. ചിത്രങ്ങളിലൂടെ നമ്മൾ ടൈം സീരീസ് വെച്ച് പോസ്റ്റുലേറ്റ് ചെയ്യുക. അതായത് GDP ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ 1999 ഇത്രയാണ്, 2000 ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗ്രാഫായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് വിളിക്കുന്നത്? ടൈം സീരീസ് പ്ലോട്ട് എന്നുള്ളതായിട്ട് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ സീസണൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സീസണിന്റെ ഓട്ടം, സ്പ്രിംഗ്, അങ്ങനെ വിന്റർ, അങ്ങനെ സീസണിന്റെ ബേസിസില് ട്രെൻഡ് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സീസണൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ട്രെൻഡിനെ നമ്മൾ സീസണിന്റെ ബേസിസില് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സീസണൽ ഡീകമ്പോസിഷൻ എന്നുള്ളത് കൊണ്ട് വിളിക്കുന്നത്. നെക്സ്റ്റ് കംസ് സ്മൂത്തിങ് ടെക്നിക്. സ്മൂത്തിങ് ടെക്നിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡുകൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ട്രെൻഡ് ആണ് അല്ലെ. പോപ്പുലേഷന്റെ ഫിഗർ നമ്മൾ എടുക്കുവാണെങ്കിൽ പോപ്പുലേഷൻ വർദ്ധിച്ചോ പോപ്പുലേഷൻ കുറഞ്ഞോ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ പറ്റും. പോപ്പുലേഷൻ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കർട്ടൈൽ ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനാലിസിസിന് നമ്മളെ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്സ് ആണ് ഒന്ന് അറീമ. അറീമ എന്ന് പറഞ്ഞാൽ ഓട്ടോ റിഗ്രസീവ് ഇന്റഗ്രേറ്റഡ് മൂവിങ് ആവറേജ്. ഇതിനെയാണ് നമ്മൾ അറീമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടൈം സീരീസിലെ സ്റ്റേഷനാരിറ്റി മെഷർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ വേരിയബിളില് എപ്പോഴും ഹൈക്ക് വരികയാണോ അതോ ആദ്യം കൂടുകയും, സേ ഫോർ എക്സാമ്പിൾ 1999 കൂടുകയും 2000 കുറയുകയുമാണോ ചെയ്യുന്നത്? സോ നമുക്ക് ആ ട്രെൻഡിനെ കുറിച്ച് അറിയണം. ആ ട്രെൻഡിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് വോണ്ട് ബി എ ഹെക്ടിക് തിങ്. സോ അറീമയാണ് ദ വെരി ഫസ്റ്റ് മോഡൽ. അടുത്ത മോഡൽ എന്ന് പറയുന്നത് വാർ ആണ്. വാർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഓട്ടോ റിഗ്രഷൻ. വെക്ടർ ഓട്ടോ റിഗ്രഷൻ കമ്പാരിസൺ ആണ് നമ്മൾ ഇത് സഹായിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ വേരിയബിളിനെ ഡിഫറെന്റ് ടൈം പീരീഡ്സിന്റെ ബേസിസിൽ നമ്മൾ ടാബുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ 1999 ഇതിങ്ങനെയായിരുന്നു, 90 ഇങ്ങനെയായിരുന്നു. സോ വി ആർ മേക്കിംഗ് എ കമ്പാരിറ്റീവ് സ്റ്റഡി. GDP എങ്ങനെയായിരുന്നു, പോപ്പുലേഷൻ എങ്ങനെയായിരുന്നു. സോ അങ്ങനെ ഒരു കമ്പാരിസന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് വാർ എന്ന് ബേസിക്കലി പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകളും ഇതിൽ അവൈലബിൾ ആണ്. വി ഹാവ് സ്റ്റേറ്റ് സ്പേസ് മോഡൽസ്. അതിൽ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഡൈനാമിക് ആയിട്ടുള്ള സിസ്റ്റംസ്. നമുക്കറിയാം നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അതിനനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാത്ത് കിട്ടില്ല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊസീഡ്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്ട്രക്ചറൈസ് ചെയ്യാനോ നമുക്ക് ടാബുലേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. നമുക്ക് വേണ്ടത് എന്താണ്, ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതാണ് സ്റ്റേറ്റ് സ്പേസ് മോഡൽസ് എന്ന് പറയുന്നത്. അടുത്തത് ബേഷ്യൻ ടൈം സീരീസ് മോഡൽ ഉണ്ട്. ബേഷ്യൻ ടൈം സീരീസ് മോഡലിലേക്ക് കടന്നാൽ ബേഷ്യൻ മെത്തേഡ്സ് എന്നൊക്കെ നമ്മളിതിനെ പറയാറുണ്ട്. അതായത് അൺസർട്ടൻ ആയി വരുന്ന ഒരുപാട് ഒക്കറൻസ് കാണും നമ്മുടെ എക്കണോമിയിൽ. സോ അൺസർട്ടൻ ആയി വരുന്ന ഈ ഒക്കറൻസുകളെല്ലാം മീറ്റ് ചെയ്യുക, അൺസർട്ടനിറ്റീസിനെ എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം നമ്മളുടെ ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ദിസ് വാസ് നോട്ട് ദ സിറ്റുവേഷൻ സം വീക്സ് ബിഫോർ. നമുക്കറിയണം നമ്മളുടെ ക്രൈറ്റീരിയ, ഇൻ ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി, സെക്യൂരിറ്റി, ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? സോ അവിടെ നമുക്കറിയാം ഹൈലി പ്രൊട്ടക്റ്റീവ് ആൻഡ് ഹൈലി സെക്യൂരിറ്റി ആണ് നമുക്കിന്ന് കിട്ടുന്നത് അല്ലെ. അപ്പം പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റിയിൽ നമ്മൾ ഒരുപാട് സെക്യൂർഡ് ആണ് എന്നുള്ളൊരു ക്രൈറ്റീരിയ നമുക്ക് കിട്ടിയിരിക്കുന്നു. അതേപോലെ നമ്മൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ളത് അറിയാൻ മെഷർ ചെയ്യുന്നതാണ് ബേഷ്യൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് നോൺ ലീനിയർ ടൈം സീരീസ് മോഡൽ. ഇവിടെ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ GDP എടുക്കുകയാണെങ്കിൽ ഈ GDPനെ പുറത്തു നിന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോമ്പോണന്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫാക്ടറോ മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ജനറലി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തെല്ലാമാണെന്ന് വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായി നമുക്ക് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള നോൺ ലീനിയർ മോഡൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് വേവ്ലെറ്റ് അനാലിസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഇങ്കിൽ എഴുതിയത്. വേവ്ലെറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സ്കെയിൽസ് ഓർ ഫ്രീക്വൻസീസിൽ എങ്ങനെയാണ് ടെൻഡൻസീസ് വരുന്നത്, നമ്മുടെ ഓരോ പെർട്ടിക്കുലർ വേരിയബിൾസ് എടുത്ത് നോക്കുമ്പോഴും വാട്ട് ഇസ് ദ ട്രെൻഡ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, ഹൗ എഫിഷ്യന്റ് ഇസ് ഇറ്റ്, ഇസ് ദർ എനി പെർട്ടിക്കുലർ ലെവൽ ഓഫ് ലിമിറ്റേഷൻ ഓവർ ദാറ്റ്, അതിനെ കുറിച്ചെല്ലാം നമുക്ക് അനലൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നെക്സ്റ്റ് ടൈം സീരീസ് അനാലിസിസിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മോഡൽ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മോഡൽ ഫാക്ടർ എങ്ങനെയാണ് നമ്മുടെ ഫങ്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്. നമ്മളുടെ ബിസിനസ് നെറ്റ്വർക്കിലേക്ക് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള സിറ്റുവേഷൻസും നമുക്ക് ടാബുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബിസിനസ് ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, വളരെ ക്രോണിക് ആയിട്ടാണോ ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയണം. സോ ദാറ്റ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. സോ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കോമ്പോണന്റ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ടാബുലേറ്റ് ചെയ്യുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവൽ ബേസിസിൽ, സേ ഫോർ എക്സാമ്പിൾ 1990 മുതൽ 95 വരെ, 95 മുതൽ 2000 വരെ, 2000 മുതൽ 2005 വരെ, ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ പെർട്ടിക്കുലർലി ഒരു ടൈമിന്റെ ബേസിസിൽ, ഒരു ടൈം ഇന്റർവെലിന്റെ ബേസിസിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. അതിനെ തന്നെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഇവിടെ ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് അറേഞ്ച് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ
റെപ്രസെന്റ് ചെയ്യുകയും ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വഴിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സുമാണ് നമ്മളിവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നു, ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കുന്നു. ഇതൊക്കെ ഓരോ പെർട്ടിക്കുലർ ഏരിയയുടെ ബേസിസിൽ അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം പീരീഡിന്റെ ബേസിസിലൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെന്തുണ്ട്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഏതൊരു മോഡലും നമ്മൾ മാത്തമാറ്റിക്കലി, കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഏതൊരു മോഡലും നമ്മൾ മാത്തമാറ്റിക്കലി സിങ്ക്രണൈസ് ചെയ്യാറുണ്ട്. റെപ്രസെന്റ് ചെയ്യാറുന്ന ഫോം yt is equal to f of t എന്നാണ്. yt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേരിയബിൾ. നമ്മൾ ഏതാണ്, ഇപ്പൊ GDP ആണെങ്കിൽ y എന്ന് പറയുന്നത് GDP, പോപ്പുലേഷൻ ആണെങ്കിൽ y എന്ന് പറയുന്നത് പോപ്പുലേഷൻ, t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്, 2005 ആണോ 2006 ആണോ, y എന്ന് പറയുന്ന വേരിയബിൾ, t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f of t എന്ന് പറഞ്ഞാൽ മന്ത്ലി, ഡെയിലി, വീക്ക്ലി, അങ്ങനെ ഏത് തരത്തിലുള്ള ടൈം ട്രെൻഡ് ആണ് അല്ലെങ്കിൽ ടൈം പീരീഡ് ഫാക്കൽറ്റി ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്തിനാണ് ടൈം സീരീസ്, അല്ലെങ്കിൽ ടൈം സീരീസിൽ എങ്ങനെയാണ് വേരിയേഷൻസ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഓരോ വേരിയബിൾസ് എടുത്ത് പഠിച്ച് ആ വേരിയബിൾസിന്റെ ട്രെൻഡുകളാണ് നമ്മൾ നോക്കുന്നത്. സോ എന്തെല്ലാമാണ് ഈ ട്രെൻഡുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്ന്, ജനറൽ ടെൻഡൻസി ഓഫ് ചേഞ്ച്. മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. അടുത്തത് സീസണൽ, സോഷ്യൽ കസ്റ്റംസ്, ഫെസ്റ്റിവൽസ്. ഇതിലൊക്കെ നിരന്തരമായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് കംസ് ബിസിനസ് സൈക്കിൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് നാച്ചുറൽ കലാമിറ്റീസ്. നമ്മുടെ എക്കോണമിയിലെ പലതരത്തിലുള്ള കലാമിറ്റീസും വരുന്നുണ്ട്, അല്ലെ? സോ അത് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് കംസ് പൊളിറ്റിക്കൽ വാർ. ഇപ്പൊ ഒക്കെ സംഭവിക്കുന്ന പോലെ യുദ്ധങ്ങൾ വരിക. യുദ്ധങ്ങൾ ടാബുലേറ്റ് ചെയ്ത് വരുമ്പോഴും എന്ത് സംഭവിക്കാം? വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഒരു ട്രെൻഡ്, ഇതൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം ഈ വേരിയബിൾസ് മുഖാന്തരം നമ്മളുടെ ജനറൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസിൽ അല്ലെങ്കിൽ ജനറൽ വേരിയബിൾസിന്റെ കണ്ടീഷൻസിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനായി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസ് അനാലിസിസിന്റെ കമ്പോണൻസിനെ അല്ലെങ്കിൽ അതിന്റെ മെഷേഴ്സിനെ നമുക്ക് 4 ആയി തരംതിരിക്കാം. അതിൽ the very first one is secular trend. The second one is seasonal fluctuations. Next one is cyclic fluctuations. Next is random fluctuations. So ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. The very first one is the secular trend. Second one is the seasonal fluctuations. Third one is cyclic fluctuations. And the fourth one is random fluctuations. So നമുക്കിനി ഓരോന്നായിട്ട് പഠിക്കാം. The first one is secular trend. Secular trendന്റെ മറുപേരെന്ന് പറയുന്നത് ലോങ് ടേം മൂവ്മെന്റ് ആണ്. നമുക്ക് ഒരു ജനറൽ ഡയറക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് സോർട്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, അല്ലെ? അപ്പൊ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയബിൾസിൽ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത്? സേ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ്, ഇങ്ങനെ മുതലായിട്ടുള്ള ഓരോ വേരിയബിൾസിന്റെയും ഡയറക്ഷൻസ് നമ്മളെ പോസ്റ്റുലേറ്റ് ചെയ്യാനാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് സഹായകരമാകുന്നത്. ഇവിടെ ബേസിക്കലി നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചേഞ്ച് ലോങ് ടേം ആകാം, നമ്മുടെ ചേഞ്ച് ഷോർട്ട് ടേം ആകാം. ഇവിടെ
ടെൻഡൻസീസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹൗ ദ ട്രെൻഡ് ടേക്ക് പ്ലേസ്, വെദർ ഇറ്റ് ഇസ് എ ഷോർട്ട് ടേം ട്രെൻഡ്, വെദർ ഇറ്റ് ഇസ് എ ലോങ് ടേം ട്രെൻഡ്, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെന്റ്സ് വരാം. അപ്പൊ ഈ അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെന്റ്സിലൂടെ നമ്മൾ ഫ്ലക്ച്വേഷൻസിനെ കുറിച്ച് പഠിക്കണം. Is it an inflationary condition that exists or the deflationary condition? That's very important. അടുത്തത് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ലീനിയർ ആകാം അല്ലെങ്കിൽ നോൺ ലീനിയർ ആകാം. അതായത് പോസിറ്റീവ് ട്രെൻഡ് ആകാം, നെഗറ്റീവ് ട്രെൻഡ് ആകാം. ഏത് തരത്തിലാണെന്ന് നമുക്ക് അറിയണം. അതേപോലെ തന്നെ ലോങ് പീരീഡിലേക്കാണ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത്. നമുക്കറിയാം ഓരോ വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴും അതിന്റെ ട്രെൻഡ് ഒരു ലോങ് പീരീഡ് ബേസിസിലായിരിക്കണം. അല്ലാതെ ഇഫ് ദ ട്രെൻഡ് സ്റ്റഡീഡ് ഫോർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇറ്റ് വോണ്ട് മീൻ എനിത്തിങ്. നമുക്ക് വേണ്ടത് എന്താ, വളരെ കൃത്യമായിട്ടുള്ള ഒരു ലോങ് പീരീഡ് അനാലിസിസ് ആണ്. അതിനനുസരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ that would create serious levels of imperfection. Next is seasonal movements ആണ്. സീസണൽ മൂവ്മെന്റിന്റെ വേറൊരു പേരാണ് സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി മന്ത്സ്, ഇയേഴ്സ്, വീക്ക്ലി, ഡെയിലി ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ കൂടുതലും പോകുന്നത്. ഇനി ഇതിന് സീസണൽ വ്യത്യാസങ്ങൾ, അപ്പം സീസൺ എന്നുള്ളത് എഴുതിയാൽ മതി. നമ്മൾ ഈ ഒരു മന്ത്, ഡെയിലി, വീക്കെൻഡ് എന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് സീസൺ വൈസ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടാണ് അനാലിസിസ് നടക്കുന്നത്. സീസൺ വൈസിൽ ചേഞ്ചസ് വരും. ഇപ്പൊ നമുക്ക് അറിയാം ഓട്ടം സീസൺ പോലെയല്ല മറ്റുള്ള സീസൺസ്, ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. സോ സീസൺസിൽ പലതരത്തിൽ ഫ്ലക്ച്വേഷൻസ് വരാം. അതിനുള്ള ഒരു കാരണം നാച്ചുറൽ ഫോഴ്സസ് ആണ്. പ്രകൃതിദത്തമായി തന്നെ എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. സെക്കൻഡ് വൺ ഇസ് മാൻ മെയ്ഡ് കൺവെൻഷൻസ്. ഹ്യൂമൻ ബീയിങ്സ് പ്രവൃത്തി കാരണവും എന്ത് സംഭവിക്കാം, ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാം. സോ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് തന്നെയാണ്. നമുക്ക് ബേസിക്കലി എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ സിസ്റ്റമാറ്റിക് ആയ റെപ്രസെന്റേഷൻ വരുന്നത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. Now comes cyclic fluctuations. Cyclic fluctuations എന്ന് പറയുന്നത് ഇതിന്റെ വേറെ പേര് സൈക്ലിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സൈക്ലിക് വേരിയേഷൻസ് എന്ന് പറയുന്നതാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് ഓസിലേറ്ററി മൂവ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയണം ബേസിക്കലി നമ്മളുടെ ബിസിനസ് സൈക്കിളിലൊക്കെ എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നത്, വെദർ ഇറ്റ് ഇസ് എ ഡൗൺ ടേൺ, വെദർ ഇറ്റ് ഇസ് എൻ അപ് ടേൺ. അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഏതൊരു പെർട്ടിക്കുലർ വേരിയബിളിലാണോ മോർ ദാൻ 1 ഇയർ ട്രെൻഡ് കാണിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ വേരിയബിളില് ഒരു വർഷത്തിൽ കൂടുതൽ ട്രെൻഡ് ഫാക്ടേഴ്സ് കമ്പോണന്റ് ആയി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്ലിക്കൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് സൈക്കിളിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ റെഫർ ചെയ്യുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് 4 phase സൈക്കിൾ ഫ്ലക്ച്വേഷൻ. 4 phase സൈക്കിൾ ഫ്ലക്ച്വേഷൻ. നമുക്കറിയാം ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിസഷൻ, ഇങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട്. ഓരോ പെർട്ടിക്കുലർ വേരിയബിളും ഈ 4 സ്റ്റേജസിലും എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അറിയാൻ നമ്മളെ ഈ ഒരു മോഡൽ സഹായിക്കുന്നു. അടുത്തത് റാൻഡം ഫ്ലക്ച്വേഷൻ ആണ്. ഇതിന്റെ വേറൊരു പേരാണ് ഇറഗുലർ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഇറഗുലർ വേരിയേഷൻ. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഡ്, സ്ട്രൈക്സ്, ഇലക്ഷൻ ഇതൊക്കെ എന്താ വെച്ചൊരു ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വേരിയബിൾസിൽ ഈ ഓരോ പെർട്ടിക്കുലർ കമ്പോണൻസ് വരുമ്പോഴും നമ്മളുടെ വേരിയബിൾസിൽ മാറ്റം വരും. സോ ഹൗ ദിസ് ട്രെൻഡ് ടേക്ക് പ്ലേസ്, ഹൗ ഇസ് ദിസ് ഗോയിങ് ഓൺ, ഇതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ ബേസിസിലാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ് നടത്തുന്നത്. ആൻഡ് ബേസിക്കലി ഇതൊരു ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഫോർ എ ലോങ് ടൈം പീരീഡ്, ഇറ്റ് ഇസ് ഫോർ എ ഷോർട്ട് സ്പാനിലേക്കാണ് വരുന്നത്. സോ നമുക്കിങ്ങനെ 4 തരത്തിലാണ് കമ്പോണൻസ് ഉള്ളത്. വെരി ഫസ്റ്റ് വൺ ഇസ് റാൻഡം ഫ്ലക്ച്വേഷൻ, നെക്സ്റ്റ് വൺ ഇസ് cyclical, seasonal, and the next one is secular trend. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് how is the postulation taking place, how is it going on മുതലായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മള് ടൈം സീരീസ് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ഇത് വളരെ സയന്റിഫിക് ആയിട്ട് നമ്മളിപ്പം GDP, എംപ്ലോയ്മെന്റ്, പ്രൊഡക്ടിവിറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ വളരെ റാപ്പിഡ് ആയിട്ടുള്ള, വളരെ ഫോർമുലേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് സ്കെനാരിയോയിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ടാബുലേറ്റഡ് ആയിട്ടുള്ള ഫോർമേഷൻ ആണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്. സോ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ അവിടെ നടത്തുന്നത്. സോ ഇതില് അനാലിസിസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ദ അഡിറ്റീവ് മോഡൽ ആൻഡ് ദ സെക്കൻഡ് മോഡൽ ഇസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ. രണ്ട് രീതിയിലുള്ള മോഡൽസ് ആണുള്ളത്. ആദ്യത്തേത് അഡിറ്റീവ് മോഡലും രണ്ടാമത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലും. അപ്പൊ ആദ്യത്തെ മോഡലായിട്ടുള്ള അഡിറ്റീവ് മോഡലിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: YT is equal to TT plus ST plus CT plus RT. So YT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the time series value at time t ആണ്. ST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബേസിക്കലി TT ആദ്യം പറഞ്ഞിട്ട് ST പറയാം. TT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് വാല്യൂ ആണ്. ട്രെൻഡ് വാല്യൂ അറ്റ് ടൈം T ആണ്. ST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസണൽ ഫ്ലക്ച്വേഷൻസ് അറ്റ് ടൈം T ആണ്. CT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ആണ്, ബിസിനസ് സൈക്കിളിൽ വരുന്ന വ്യതിയാനങ്ങൾ. RT എന്ന് പറഞ്ഞാൽ റാൻഡം ഫ്ലക്ച്വേഷൻസ് ആണ്. സോ പല രീതിയിലാണ് ട്രെൻഡുകൾ വരുന്നത്. നമുക്ക് രണ്ട് മോഡൽസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക: അഡിറ്റീവ് മോഡലും മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലും. അഡിറ്റീവ് മോഡലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് YT is equal to TT plus ST plus CT plus RT ആണ്. YT എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് വാല്യൂ അറ്റ് ടൈം T. അതായത് GDP വളരെ സിമ്പിൾ ആണ്. GDP ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ 2000 നമ്മളെ GDP എത്രയാണ്, അതാണ് ടൈം സീരീസ് വാല്യൂ അറ്റ് ടൈം T പറഞ്ഞാൽ ടൈം സീരീസ് വാല്യൂ എന്ന് പറഞ്ഞാൽ GDP ആണ് എടുക്കുന്നതെങ്കിൽ GDP അറ്റ് ടൈം T 2000 എത്രയാണ്. ട്രെൻഡ് വാല്യൂ അറ്റ് ടൈം T പറഞ്ഞാൽ GDP 1999 കമ്പയർ ചെയ്യുമ്പോൾ 2000 വർദ്ധിക്കുകയാണോ ചെയ്തത്. സീസണൽ ഫ്ലക്ച്വേഷൻ GDP ഓരോ സീസണിന്റെയും ബേസിസിൽ 2000 തന്നെ ഓരോ സീസണിന്റെയും ബേസിസിൽ നമ്മൾ പഠിക്കുന്നു. ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നമുക്കറിയാം റിസഷൻ, ബൂം, ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സോ ഓരോ കണ്ടീഷൻസും ഹൗ ഇസ് ഇറ്റ് ഇഫക്റ്റിംഗ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതറിയാനായി നമ്മളെ സഹായിക്കുക. RT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റാൻഡം ഫ്ലക്ച്വേഷൻസ്. അതായത് നമുക്ക് പലതരത്തിലുള്ള റാൻഡം ഫാക്ടേഴ്സും നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഹൗ ദീസ് റാൻഡം ഫാക്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസിങ്. നമുക്കറിയണം റാൻഡം ഫ്ലക്ച്വേഷൻസ് വളരെ ക്രോണിക് ആയിട്ടാണോ ഇമ്പാക്ട് ചെയ്യുന്നത്, വളരെ കുറച്ചാണോ അത് ഇമ്പാക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അടുത്ത മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ. മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഇക്വേഷൻ വരുന്നത് സെയിം തന്നെയാണ്.
ഇവിടെ നമ്മളെല്ലാം പ്ലസ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ വരുമ്പോൾ എല്ലാം ഇൻറ്റു ആണ്. സോ ടി ഇൻറ്റു ST ഇൻറ്റു CT ഇൻറ്റു RT. നമുക്ക് എല്ലാം സെയിം തന്നെയാണ്. TT YT ST CT RT എല്ലാം സെയിം ആണ്. പക്ഷെ അഡിറ്റീവ് മോഡൽ ആകുമ്പം ഈ എല്ലാ വാല്യൂസും പ്ലസ് ചെയ്യാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ ആവുന്ന സമയത്ത് എല്ലാ വാല്യൂസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ വരുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് എഫക്ട്സിനും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതായത് നമ്മളുടെ ഓരോ വേരിയബിൾസിനെയും പലതരത്തിലുള്ള വേരിയബിൾസും വളരെ സീരിയസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയണം ഈ വേരിയബിൾസ് എല്ലാം എത്രത്തോളം ഇന്റൻസിഫൈഡ് ആയിട്ടാണ് നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് എ ക്രോണിക് വൺ അതോ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ആണോ ഒക്കർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ലോജിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് ആയിട്ടുള്ള അഡയറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് ചെയ്യാനായി പറ്റുന്നില്ല, നമുക്കത് പഠിക്കാനായി പറ്റുന്നില്ലെങ്കിൽ that would create problems. സോ ടൈം സീരീസ് അനാലിസിസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ബേസിക് ആയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പാസ്റ്റ് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ. നമ്മളൊരു വേരിയബിൾ എടുക്കുവാണെങ്കിൽ ആ വേരിയബിളിന്റെ പാസ്റ്റ് ബിഹേവിയർ എങ്ങനെയായിരുന്നു, GDP കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, ഇപ്രാവശ്യം എങ്ങനെയാണ്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കണം. അതറിയാനായിട്ട് നമ്മുടെ ടൈം സീരീസ് സഹായിക്കുന്നു. അതേപോലെ തന്നെ പലതരത്തിലുള്ള കമ്പോണൻസും നമ്മളുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഓപ്പറേഷൻസ് നമുക്കറിയണം. GDP കുറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് കുറഞ്ഞിരിക്കുന്നു, വി ഹാവ് ടു മേക്ക് ആൻ അനാലിസിസ്. എങ്ങനെ അത് വർദ്ധിപ്പിക്കാം, വി ഷുഡ് മേക്ക് ആൻ അഡയറൻസ്, അല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കമ്പാരിസൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിഗർ വന്നാൽ ഇന്ന പെർട്ടിക്കുലർ ഫിഗർ ഹൗ ഇസ് ഇറ്റ് ഇഫക്റ്റിംഗ്, അത് ഫ്യൂച്ചറിൽ എങ്ങനെയാണ്, നമുക്കൊരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റുക, ഒരിക്കലും നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോർകാസ്റ്റിങ്ങിന് നമ്മളെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. നമുക്ക് GDP കുറഞ്ഞിരിക്കുന്നു, അപ്പം ഫ്യൂച്ചറിൽ ചിലപ്പം അത് വീണ്ടും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനായി പറ്റി. അപ്പൊ നമുക്കറിയണം വാട്ട് ഇസ് ദ ട്രെൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. ആ ട്രെൻഡ് അല്ലെങ്കിൽ ആ ഫിഗേഴ്സിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റുലേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് നമുക്ക് പല ഫിനോമിനൽ ചേഞ്ചസും അറിഞ്ഞിരിക്കണം. ഫിനോമിനൽ ട്രെൻഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഫിനോമിനൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഫിനോമിനൽ ട്രെൻഡ്സ് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് എ ഫിനോമിന ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ അവർ എക്കോണമി, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ നമുക്ക് ട്രെൻഡ് പഠിക്കാൻ നമ്മൾ പറഞ്ഞു. ടൈം സീരീസിലേക്ക് പോകുമ്പോൾ തന്നെ ട്രെൻഡിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ട്രെൻഡ് നമുക്ക് പഠിക്കാനായിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അഗെയിൻ there comes graphic method, there comes semi average method, there comes curve fitting method, and there comes moving average method. പലതരത്തിലുള്ള മെത്തേഡ്സിലൂടെയും നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക് മെത്തേഡ് ഉണ്ട്, സെമി ആവറേജ് മെത്തേഡ് ഉണ്ട്, കർവ് ഫിറ്റിംഗ് മെത്തേഡ് ഉണ്ട്, and there comes moving average method. So when we move with regard to graphic method, ഇതിന്റെ അകത്ത് എന്താ വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ട്രെൻഡ് പ്ലോട്ട് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, ടൈം വേരിയബിൾ ആണ് എടുക്കുന്നത്. 2009 ആണെങ്കിൽ 2009, 2010 ആണെങ്കിൽ 2010, ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. വൈ ആക്സിസിലാണെങ്കിൽ നമ്മൾ വേരിയബിൾ ആണ് എടുക്കുന്നത്. ഏതാണ് വേരിയബിൾ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ടൈം പീരീഡ് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്മൂത്ത് കർവിന്റെ ഫോർമുലേഷൻ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് കർവ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ട്രെൻഡിലേക്ക് കടന്നാൽ ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ പാത്ത് ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. അതുപയോഗിച്ചാണ് ഹൗ ഇസ് ദ ട്രെൻഡ് ഗോയിങ് ഓൺ,
ഹൗ ഇസ് ഇറ്റ് ഫങ്ഷനിങ് മുതലായ കാര്യത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായി പറ്റുന്നത്. പക്ഷെ ഇതിന് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ് ആണ്, ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡിറ്റർമൈൻ ചെയ്തിട്ടാണ്. സോ നമുക്ക് വളരെ വ്യക്തമായിട്ട് ദിസ് വിൽ മൂവ് ഇൻ ദിസ് മാനർ അല്ലെങ്കിൽ ദിസ് വിൽ മൂവ് ഇൻ ദിസ് പാറ്റേൺ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാം. ട്രെൻഡ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ട്രെൻഡ് നമുക്ക് കൃത്യമായി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും എന്ത് തന്നെയാണ്, പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാ കുറച്ച് ഗ്രാഫിക്കൽ ഫിഗറുകൾ അല്ലെങ്കിൽ ഗ്രാഫ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാം. അങ്ങനെ ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഫോർമേഷനിലേക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടാബുലേഷനിലേക്കോ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലേക്ക് പോകുമ്പോൾ അതെന്ത് ക്രിയേറ്റ് ചെയ്യും, പലതരത്തിലുള്ള പ്രോബ്ലംസിലേക്കും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷനാണ്. അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. നെക്സ്റ്റ് മെത്തേഡ് സെമി ആവറേജ് മെത്തേഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. മോർ അക്യുറേറ്റ് ആണ്. അതായത് നമ്മളെ ഗ്രാഫിക് മെത്തേഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹോൾ ഡാറ്റയെ നമ്മൾ രണ്ട് പാർട്സ് ആയിട്ടാണ് ഇവിടെ ഡിവിഷൻ ചെയ്യുന്നത്. എന്നിട്ട് ആ രണ്ട് പാർട്ടിന്റെയും അർത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ടാബുലേറ്റ് ചെയ്യുന്നത്. നമ്മള് ഹോൾ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് ഇപ്പം 10 1 2 3 4 5 6 7 8 9 10 എന്നാണെങ്കിൽ 10 വർഷത്തെ ഡാറ്റയാണ്. ഇതിന് രണ്ടായി തിരിക്കും. എന്നിട്ട് ആദ്യത്തെ ഈ വർഷത്തിന്റെ ആവറേജ് കണക്കാക്കും, പിന്നീട് ഈ വർഷത്തിന്റെ ആവറേജ് കണക്കാക്കും. എന്നിട്ട് ഇതിനെ ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സെമി ആവറേജ് എന്ന് പറയുന്നത്. രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജസിനെ വി ആർ മേക്കിംഗ് എ കമ്പാരിസൺ. ഈ നമ്മൾ ബേസിക്കലി എന്താ വെച്ചാ ഇപ്പൊ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 വർഷങ്ങളാണ് തന്നതെങ്കിൽ ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും ചോദിച്ചാൽ ഈ 5 ആറാമത്തെ വർഷം വിട്ട് പിന്നെയുള്ള ഈ 5 മിഡിൽ വാല്യൂ അങ്ങ് ഉപേക്ഷിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻറ്റയർ കാര്യത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനെയാണ് സെമി ആവറേജ് മെത്തേഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായി പറ്റുന്നത് ഇവിടെ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. ഇവിടെ നമ്മൾ ഈ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡിവിഷനും കൃത്യമായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ള സാധ്യതകള് ഉണ്ട്. എന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത കർവ് ഫിറ്റിംഗ് മെത്തേഡും അതേപോലെ തന്നെ മൂവിങ് ആവറേജ് മെത്തേഡുമാണ്. ഈ രണ്ട് മെത്തേഡും നമ്മൾ മാത്തമാറ്റിക്കൽ സൊല്യൂഷൻസ് ആൻഡ് പ്രോബ്ലംസ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടൈൻ വേരിയബിൾസിന്റെ ട്രെൻഡ്സ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സർട്ടൈൻ വേരിയബിൾസിൽ എങ്ങനെയാണ് ഓരോ ഫാക്ടേഴ്സും പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. GDP, ഇൻഫ്ലേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ്, ബിസിനസ് മാർക്കറ്റ് മുതലായിട്ടുള്ള ഏരിയാസിലാണ് നമ്മൾ ഇതിന്റെ ഒരു ജനറൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിനെ 3ആയി തിരിക്കാം. ടൈം സീരീസ്, സീസണൽ, സ്മൂത്തിങ് ടെക്നിക്. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ബേഷ്യൻ ഉണ്ട്, വാലറ്റ്, അരീമ, അതേപോലെ വാർ, സ്റ്റേറ്റ്, സ്പേസ് മോഡൽസ് ആൻഡ് നോൺ ലീനിയർ മോഡൽസ് ഉണ്ട്. ടൈം സീരീസിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ ക്രോണോളജിക്കൽ ഈക്വൽ റെപ്രസെന്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉണ്ട്. ടൈം സീരീസിന് 4ആയി തിരിക്കാം. സീസൺ സെക്യുലർ ഉണ്ട്, സീസണൽ ഉണ്ട്, സൈക്ലിക്, റാൻഡം. സെക്യുലർ ട്രെൻഡ് പഠിച്ചു, സീസണൽ, സൈക്ലിക്, റാൻഡം.
അനാലിസിസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അഡിറ്റീവ് മോഡലും ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലും ഉണ്ട്. അഡിറ്റീവ് മോഡൽ വരുമ്പോൾ YTS = TT + ST + CT + RT ആണ്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ YTS = TT × ST × CT × RT. സെയിം ആണ്. അഡിറ്റീവ് ആകുമ്പോൾ പ്ലസ് ആണ് ഈ വേരിയബിൾസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ആകുമ്പോൾ ഇൻടു ആണ്. ടൈം സീരീസിന്റെ യൂസ് പഠിക്കും. ഇനി നമ്മൾ ട്രെൻഡ്, നമുക്കറിയാം ഓരോ ടൈം പീരീഡ് അനുസരിച്ച് ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. ട്രെൻഡ് പഠിക്കാനായിട്ട് 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഗ്രാഫിക് സെമി ആവറേജ്, കർവ് ഫിറ്റിംഗ് ആൻഡ് മൂവിംഗ് ആവറേജ് മെത്തേഡ് ആണ്. സെമി ആവറേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൽ ബേസിക്കലി നമ്മൾ സിമ്പിൾ മെത്തേഡ് ആണ്. 2 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഗ്രാഫിക് ആകുമ്പോൾ ഗ്രാഫ്സ് ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ള വളരെ കോംപ്ലക്സ് ആയിട്ട് നമ്മളെ ടൈം സീരീസിലുള്ള 2 മെത്തേഡ്സ് ആണ്, കർവ് ഫിറ്റിംഗ് മെത്തേഡും മൂവിംഗ് ആവറേജ് മെത്തേഡും. രണ്ടും നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു.